പാതിരാത്രിക്ക് വിരിയുന്ന നിശാഗന്ധിയുടെ ഒരു നേർക്കാഴ്ചയാണ് ഞാൻ ഈ വീഡിയോയിൽ കേട്ടോ ഇന്ന് പകർത്തിയിരിക്കുന്നത്. തോട്ടത്തിൽ നിന്ന് എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് വെച്ചു. കാരണം അവിടെ നമുക്ക് ഇത്ര ലൈറ്റും കാര്യങ്ങളും കിട്ടില്ല വീഡിയോ എടുക്കാൻ. അതാണ് ഇതൊരു 7 മണി ടൈമാണ്. വിരിയാനുള്ള പുറപ്പാടുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചത്. അതുമല്ല, ഒന്നിച്ച് വിരിയുന്നുണ്ട്. 5 പൂവ് വിരിയുന്നുണ്ട് ഇതിൽ ഇപ്രാവശ്യം. മറ്റത് ഒന്നൊന്നായിട്ട് വിരിയാറ്. ഇപ്രാവശ്യം നല്ലോണം ഒന്നിച്ച് വിരിയുന്നുണ്ടപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അതിങ്ങനെ വിരിഞ്ഞു തുടങ്ങിയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുഷ്പം അല്ലെങ്കിൽ വിലമതിക്കാനാകാത്ത പുഷ്പം നിശാഗന്ധി എന്ന് തന്നെ പറയാം. കടപ്പുൾ ഫ്ലവർ എന്നും ഇതിന് പേരുണ്ട്. ഇത് പാതിരാത്രിക്കാണ് വിരിയുക. പാതിരാത്രിക്ക് വിരിഞ്ഞ് നമ്മളൊക്കെ എണീക്കുന്നതിന് മുന്നേ അത് കൊഴിഞ്ഞു പോകും. അതാണ് ഈ പൂവ്. ഈ പുഷ്പം ആരും കാണാതെ പോകുന്ന പുഷ്പമാണ്. എന്നാൽ ഏറ്റവും ഭംഗിയേറിയതും സുഗന്ധമുള്ളതും ആയ പുഷ്പം ആണിത്. ഇത് നോക്കിയിരുന്നില്ലെങ്കിൽ നമുക്കത് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എണീറ്റ് വരുമ്പോഴേക്കും അതൊക്കെ ഇതായി പോയിണ്ടാവും, വാടിപ്പോയിണ്ടാവും. കോയമ്പത്തൂർ ഇരിക്കുമ്പോൾ ഞങ്ങൾ വെള്ളം വരുന്ന സമയമൊക്കെ അങ്ങനെ രാത്രി 12 മണിക്കൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എണീറ്റിരുന്നിട്ട് കണ്ടിട്ടുണ്ട് ഈ പുഷ്പം. അതിന് ശേഷം വീട്ടിൽ വെച്ച് വളർത്തി ഇത്രയും വലുതായി. ഇപ്പോൾ 1-2 ചട്ടിയിലേക്ക് ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. എന്തോ ഭയങ്കര ഇഷ്ടമായ പുഷ്പമാണ് എനിക്കത്. 12 മണിക്ക് ആകുമ്പോഴേക്കും അതിൻ്റെ ആ ബാക്കിലെ ദളങ്ങളൊക്കെ അങ്ങോട്ട് പിന്നിലേക്ക് വളഞ്ഞ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എത്തും. ഒരു പൂവൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചെങ്കിൽ നല്ല വലിപ്പം വരും കേട്ടോ. പക്ഷെ ഇതിൽ നിറയെ പൂവുണ്ടായ കാരണം അത് വലിപ്പം കുറഞ്ഞു പൂവിന്. എന്നാലും ഭംഗിക്കൊട്ടും കുറവില്ല കേട്ടോ. ഏറ്റവും ഭംഗിയും സൗരഭ്യവും ഈ പുഷ്പം തന്നെ. 12 മണി ആയപ്പോഴേക്കും അങ്ങോട്ട് ഫുൾ വിരിഞ്ഞു. നല്ല ഒരു ഇതായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.